ശ്രദ്ധിക്കാം. മിക്കപ്പോഴും ശക്തമായ കാലവർഷത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ ജനജീവിതം പലവിധത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രളയം മാറിത്തുടങ്ങുമ്പോൾ നമ്മൾ നേരിടേണ്ടി വരുന്ന പല പ്രശ്നങ്ങളിലൊന്നാണ് ഇഴജന്തുക്കളുടെ ആക്രമണം. ശക്തമായ മഴയിലും പ്രളയത്തിലും മാളം നഷ്ടപ്പെട്ട ഇഴജന്തുക്കൾ നമ്മുടെ ഭവനങ്ങളിലും പരിസരങ്ങളിലും അഭയം തേടിയിട്ടുണ്ടാകാം. അതിനാൽ ഇഴജന്തുക്കളുടെ കടിയേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതോടൊപ്പം പാമ്പുകടിയേറ്റാൽ നൽകേണ്ട കൃത്യമായ പ്രഥമ ശുശ്രൂഷയെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ടതും അത്യാവശ്യമാണ്. കടിയേറ്റാൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വിഷം വ്യാപിക്കുന്നത് പരമാവധി തടയുക എന്നതാണ് പ്രഥമ ലക്ഷ്യം. പാമ്പ് കടിയേറ്റെന്ന് മനസ്സിലായാൽ ഒരു കാരണവശാലും പരിഭ്രാന്തരാകുകയോ കടിയേറ്റ വ്യക്തിയെ പേടിപ്പിക്കുകയോ ചെയ്യരുത്. പേടിച്ചാൽ രക്തയോട്ടം കൂടുകയും അതുവഴി ശരീരത്തിൽ വിഷം പെട്ടെന്ന് വ്യാപിക്കാൻ കാരണമാകുകയും ചെയ്യാം. മുറിവേറ്റ ഭാഗം സോപ്പ് വെള്ളം ഉപയോഗിച്ച് നന്നായി കഴുകുക. മുറിവിന് മുകളിലായി കയറോ തുണിയോ മുറുക്കി കെട്ടേണ്ടതില്ല. ഇത് രക്തയോട്ടം തടസ്സപ്പെട്ട് കോശങ്ങൾ നശിക്കുന്നതിന് കാരണമാകും. അഥവാ മുറിവിന് മുകളിൽ തുണി കെട്ടണമെന്നുണ്ടെങ്കിൽ ഒരു വിരൽ ഇടാവുന്ന അയവിൽ മാത്രം കെട്ടുക. നിങ്ങളുടെ പരിസരത്ത് പാമ്പ് കടിക്കുള്ള ചികിത്സ ലഭ്യമായിട്ടുള്ള ഏറ്റവും അടുത്ത ആശുപത്രി മനസ്സിലാക്കി എത്രയും വേഗം വൈദ്യസഹായം ലഭ്യമാക്കുക. കടിച്ച പാമ്പിനെ അന്വേഷിച്ച് സമയം പാഴാക്കരുത്. പാമ്പിനെ കാണാതെ തന്നെ ഡോക്ടർമാർക്ക് വിഷമുള്ളതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പാമ്പിനെ മനസ്സിലാക്കിയാൽ ഏതാണെന്ന് ഡോക്ടർമാരോട് പറയാവുന്നതാണ്. മുറിവ് വലുതാക്കി രക്തം കളയുകയോ വലിച്ചെടുക്കാനോ ശ്രമിക്കരുത്. കല്ല്, ഐസ്, പച്ചിലകൾ ഒരു കാരണവശാലും മുറിവിൽ വെക്കരുത്. കടിയേറ്റ വ്യക്തിയെ ഒരു കാരണവശാലും നടത്തരുത്. എത്രയും വേഗം വിഷചികിത്സ ലഭ്യമായിട്ടുള്ള ആശുപത്രിയിൽ എത്തിക്കുക. വ്യാജ വൈദ്യന്മാരെ സമീപിക്കരുത്. പൊതുജന താൽപര്യാർത്ഥം വയനാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്കു വേണ്ടി കമ്മ്യൂണിറ്റി റേഡിയോ മാറ്റൊലി.